വെനിസ്വേലയുടെ മഡൂറോ എന്ന് പറയുന്ന ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം ട്രംപ് നേരെ നീങ്ങിയത് ഇറാനിലേക്കാണ്. ഇറാനിലെ ആയത്തുള്ള അലി ഖമനേയിയെയും അമേരിക്ക വധിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ ട്രംപിന്റെ കണ്ണുകൾ നീളുന്നത് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ അത് ക്യൂബയിലേക്കാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ക്യൂബയിൽ കഴിഞ്ഞ ദിവസം അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് കത്തിച്ച് അവിടെയുള്ള ജനങ്ങൾ തെരുവിലിറങ്ങി വലിയ രീതിയിലുള്ള കലാപങ്ങൾ നടത്തിയ സാഹചര്യത്തിൽ ട്രംപ് ഞാനിതാ ക്യൂബയിലേക്ക് വരാൻ പോകുന്നു, ഹാങ് ഓൺ ക്യൂബ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യൂബയിൽ അമേരിക്കയുടെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാമെന്ന രീതിയിലാണ് ട്രംപിന്റെ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വെനിസ്വേലയും ഇറാനും ശേഷം ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ക്യൂബയിൽ കണ്ണുവച്ചിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തിങ്കളാഴ്ച വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ ക്യൂബയുടെ നിയന്ത്രണം ഏറ്റെടുക്കും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ക്യൂബ നിലവിൽ വളരെ മോശം അവസ്ഥയിലാണെന്നും ഏത് വിധേനയും അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് വലിയ ബഹുമതിയാണെന്നും ട്രംപ് പറഞ്ഞു. എനിക്ക് ക്യൂബയെ മോചിപ്പിക്കാനോ എന്റെ ഇഷ്ടപ്രകാരം അവിടെ ഏത് നടപടിയും സ്വീകരിക്കാനോ കഴിയും. എനിക്ക് ഇഷ്ടമുള്ളത് ക്യൂബയിൽ ചെയ്യാൻ കഴിയുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ക്യൂബയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾ കാരണം ക്യൂബയുടെ സ്ഥിതി ഇപ്പോൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടും നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. അമേരിക്ക ഏർപ്പെടുത്തിയ എണ്ണ ഉപരോധം മൂലം ക്യൂബയിൽ ഒരു വലിയ പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. തിങ്കളാഴ്ച ക്യൂബയുടെ വൈദ്യുതി ഗ്രിഡ് പൂർണ്ണമായും നിലച്ചു. രാജ്യം മുഴുവൻ ഇരുട്ടിലായി. വാഷിംഗ്ടൺ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കാരണം കഴിഞ്ഞ 3 മാസമായി രാജ്യത്തിന് കാര്യമായ അളവിൽ ഇന്ധനം ലഭിച്ചിട്ടില്ലെന്നും ഇത് വൈദ്യുതി ഉൽപ്പാദനത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചുവെന്നും ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ ഡയസ് കാനൽ അടുത്തിടെ പറഞ്ഞു. 9.6 ദശലക്ഷം ജനസംഖ്യയുള്ള ഈ രാജ്യം നിലവിൽ വൈദ്യുതിയുടെ അഭാവം മൂലം സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത് എന്നാണ് ക്യൂബയുടെ ഭരണാധികാരി പറഞ്ഞിരിക്കുന്നത്. ക്യൂബയിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഭരണം മാറ്റാൻ അമേരിക്ക കനത്ത സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത്. ക്യൂബയിലെ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഏകപക്ഷീയ ഭരണം അത് മാറ്റണം. ട്രംപ് ഭരണകൂടം സാമ്പത്തികമായി സമ്മർദ്ദ തന്ത്രമാണ് സ്വീകരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ക്യൂബൻ പ്രസിഡന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ US ശ്രമിക്കുകയാണ്. വെനിസ്വേല ക്യൂബയുടെ പ്രധാന സഖ്യകക്ഷിയായും ഇന്ധന വിതരണക്കാരനുമായിരുന്നതിനാൽ വെനിസ്വേല നേതാവ് നിക്കോളാസ് മഡൂറോയെ അധികാരത്തിൽ നിന്ന് നീക്കിയതിനു ശേഷമാണ് ഈ വർഷം ജനുവരി 3 പ്രതിസന്ധി ആരംഭിച്ചത്. ക്യൂബ US വലിയ ഭീഷണിയാണെന്നും ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം ക്യൂബയുമായി ഒരു കരാർ ഉണ്ടാക്കുകയോ കടുത്ത നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യും എന്നാണ് ട്രംപ് നിലവിൽ അവകാശപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ട്രംപ് കണ്ണുവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ക്യൂബ ഭയന്ന് വിറച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ക്യൂബയെ രക്ഷിക്കാൻ ആര് വരും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.